ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ എംബ്രോയ്ഡറിയുടെ 4ാമത്തെ ക്ലാസ്സാണേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച്, മാജിക് സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ചെയിൻ സ്റ്റിച്ച്, മാജിക് സ്റ്റിച്ചൊക്കെ റണ്ണിങ് സ്റ്റിച്ചും പഠിക്കണമെന്നുള്ളവർ എൻ്റെ മുമ്പിലത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അത് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിത് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ആ ലൈൻ്റെ സ്റ്റാർട്ട് ഇതേപോലെ സൂചി ഒന്ന് കുത്തിയെടുക്കുക. ഫുൾ നൂല് കുത്തിയെടുത്തതിന് ശേഷം ഒരു ചെറിയൊരു സ്പേസ് വിട്ടിട്ട് ഇതുപോലെ ഇത്ര സ്പേസ് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് താഴോട്ട് കുത്തിയതിന് ശേഷം ഇത്ര ഒരു നൂല് നമ്മൾ ഗ്യാപ്പ് ഇട്ട് ആ നൂലിനെ ഇങ്ങനെ പിടിച്ച് വെച്ചിരുന്നിട്ട് ആ സെൻറ്ററിൽ കൂടെ ആ നൂലിൻ്റെ സെൻറ്ററിലൊന്ന് ഇതുപോലെ ആ സെൻറ്റർ നോക്കി സൂചി ഒന്ന് പൊക്കിയെടുക്കുക. എന്നിട്ട് നൂൽ ഫുള്ളൊന്ന് വലിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ആദ്യം വിട്ട അത്രയും സ്പേസ് ഒന്നുകൂടെ ഇട്ടിട്ട് ഇതുപോലെ സൂചി ഒന്ന് താഴോട്ടൊന്ന് കുത്തിയിട്ട് നമ്മൾ നേരത്തെ നൂലിൻ്റെ സെൻറ്ററിലല്ലേ ഇതേപോലെ നൂലിൻ്റെ സെൻറ്ററിലല്ലേ സൂചി കുത്തിയത്. ഇനി ഇവിടെയാണ് കുത്താനുള്ളത്. അടിഭാഗത്തു നിന്ന് തൊട്ട് മുന്നേ കുത്തിയ ആ ഹോളിൽ കറക്റ്റായിട്ടൊന്ന് മുകളിലോട്ട് കുത്തിയെടുക്കുക. ഇതുപോലൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് നൂല് ഫുള്ളായിട്ടൊന്ന് വലിക്കുക. വീണ്ടും ഇതേപോലൊരു ഗ്യാപ്പ് ഇട്ട് സൂചി താഴോട്ട് കുത്തിയിട്ട് തൊട്ട് മുന്നേ കുത്തിയ ആ ഹോളിൽ മുകളിലോട്ട് കുത്തിയെടുക്കണം. ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നൂല് ഫുള്ളായിട്ടൊന്ന് വലിക്കുക. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും. നൂല് ചരിഞ്ഞുള്ള ഒരു ഷേപ്പിൽ കിട്ടും. വീണ്ടും ഒരു ഗ്യാപ്പ് ഇടുക. തൊട്ട് മുന്നേ കുത്തിയ ആ ഹോളിൽ മുകളിലോട്ട് കുത്തിയെടുക്കുക. ഫസ്റ്റ് മാത്രമാണ് നമ്മൾ നൂലിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുക്കുന്നത്. ബാക്കി എല്ലാത്തിനും നമ്മൾ തൊട്ട് മുന്നേ കുത്തിയ ആ ഭാഗത്താണ് കുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെം ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ മരം വരയ്ക്കുന്നതിനും ചെടികൾ വരയ്ക്കുന്നതിനും പിന്നെ മറ്റ് ഡിസൈൻസിനൊക്കെ നമ്മൾ ഈ സ്റ്റെമ്മാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെം ചെയ്തെടുക്കുന്നത്. ഇതും നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റെം ഫുൾ ചെയ്തെടുക്കുന്നു. ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് വരുന്നത്, റണ്ണിങ് സ്റ്റിച്ച് പോലെ. ഫ്രണ്ട് ഇങ്ങനെ ചരിഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെം സ്റ്റിച്ച് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ പിക്ചറിലോട്ട് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം, പിക്ചർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു പൈനാപ്പിളിൻ്റെ ഒരു ഡിസൈനാണ്. അപ്പോൾ പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഇല വരുന്ന ഭാഗത്ത് ഗ്രീനും ഈ ബോർഡർ ഒരു ബ്രൗണും, ഒരു ലൈറ്റ് ബ്രൗണും, ഒരു ക്രോസ് ലൈൻ ബ്രൗണും, ഒരു ക്രോസ് ലൈൻ യെല്ലോയുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ കറക്റ്റ് ഒരു ലുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ വരകൾക്ക് ഞാൻ യെല്ലോയും, ഓപ്പോസിറ്റുള്ളതിന് ബ്രൗണും, പിന്നെ ഈ ബോർഡറിന് ആ ബ്രൗൺ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? കറക്റ്റ് ഒരു പൈനാപ്പിളിൻ്റെ ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതേപോലെ നിങ്ങൾ പൈനാപ്പിളല്ല വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ വരച്ചതും അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്, കണ്ടോ? അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം. വേറെയും പിക്ചർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ.